ഈരാറ്റുപേട്ട നഗരഹൃദയത്തിലെ പഴമയുടെ അടയാളമായ അവസാന കെട്ടിടവും ഓർമ്മയാകുന്നു. അങ്കാളമ്മൻ കോവിലിലേക്കുള്ള റോഡിന്റെ ഓരത്ത് 8 പതിറ്റാണ്ടോളമായി തലയുയർത്തി നിന്നിരുന്ന ഈറ്റക്കുന്നേ ബിൽഡിംഗ്സ് എന്ന ഓടുമേഞ്ഞ ഇരുനില കെട്ടിടമാണ് ഓർമ്മയിലേക്ക് മറയുന്നത്. കെട്ടിടത്തിന്റെ പൊളിക്കൽ നടപടികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. പഴമയുടെ അടയാളമായ ഓടിട്ട ഇരുനില കെട്ടിടങ്ങൾ യഥേഷ്ടമുണ്ടായിരുന്ന നഗരത്തിൽ ഇന്നിത്തരം കെട്ടിടങ്ങൾ ഇനി അവശേഷിക്കുന്നില്ല. ഈ കെട്ടിടം ഇനി തീക്കൂയി പഞ്ചായത്തിലെ ആനിയിളപ്പിന് സമീപം പുനർജനിക്കും. കെട്ടിടം പൊളിച്ച് ആനിയിളപ്പിന് സമീപത്തെ ഫിഷ്ലി ഫിഷ് ഫാമിന് സമീപം പുനർനിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഫിഷ് ഫാം ഉടമ കൂടിയായ ജോസ് ജോസഫ് കണ്ടത്തിൻകര ഈരാറ്റുപേട്ട വാർത്തയോട് പറഞ്ഞു. ഫാം ടൂറിസം കൂടി ലക്ഷ്യമിട്ടാണ് കെട്ടിടം അവിടെ നിർമ്മിക്കാനുദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം കൂടിച്ചേർത്തു. മലയാള വർഷം 1124 ചിങ്ങം 1-നാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. അതായത് 1948 ഓഗസ്റ്റ് 17-നാണ് കണ്ടത്തിൻകര കുഞ്ഞേട്ടൻ, കൊച്ചുമക്കാർ മേത്തർകാക്ക, പെരുനിലത്ത് കുഞ്ഞേട്ടൻ എന്നിവരുടെ പാർട്ട്ണർഷിപ്പിലാണ് ഈ കെട്ടിടം പണിയുന്നത്. പെരുങ്ങുളത്ത് ഈറ്റക്കുന്ന് എന്ന സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് വരവെയാണ് ഇവരീ കെട്ടിടം നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് കെട്ടിടത്തിന് ഈറ്റക്കുന്ന് ബിൽഡിംഗ് എന്നു പേര് വന്നതെന്ന് കണ്ടത്തിൻകര കുഞ്ഞേട്ടന്റെ പൗത്രനായ ജോസ് ജോസഫ് കണ്ടത്തിൻകര പറഞ്ഞു. പിന്നീട് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞപ്പോൾ ടൗണിലെ 3 കെട്ടിടങ്ങൾ 3 പേർ വീതിച്ചെടുക്കുകയായിരുന്നു. മറ്റു 2 കെട്ടിടങ്ങൾ നേരത്തെ തന്നെ പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിതെങ്കിലും ഈ കെട്ടിടം ഇതുവരെയും നിലനിന്നു. ഏകദേശം പൂർണ്ണമായും തേക്ക് തടിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് ഇതുവരെയും പറയത്തക്ക കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. കെട്ടിടം പൊളിച്ചുമാറ്റി പണിയുന്നതിനായി കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്പരിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. ഈരാട്ടുപേട്ടയിൽ പാലങ്ങൾ വരുന്നതിനു മുമ്പ് പ്രധാന വീതിയായിരുന്ന മുക്കടക്കടവിലേക്കു പോകുന്ന റോഡിന് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വാടകക്കാരെ എല്ലാവരെയും ഒഴിപ്പിച്ച് പൂർണ്ണമായി അടച്ചത്. ഈ കെട്ടിടം കൂടി ഓർമ്മയാകുന്നതോടെ നഗരഹൃദയത്തിലെ പഴമയുടെ പ്രൗഢിയാണ് പൂർണ്ണമായും അവസാനിക്കുന്നത്.